ഇന്നും ഞാൻ 2 പ്രൊഡക്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ പ്രൊഡക്റ്റ് സൺസ്ക്രീൻ ആണ് കേട്ടോ. ഞാൻ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, അതായത് ഒരു 1 മന്ത് ആവുന്നുണ്ട് യൂസ് ചെയ്ത സൺസ്ക്രീൻ. അണ്ടർ റേറ്റഡ് സൺസ്ക്രീൻ ആണ്. പിന്നെ ഇപ്പം റീസെൻ്റ്ലി യൂസ് ചെയ്തതേ ഉള്ളൂ, അതായത് ഒരു 2 വീക്സ് ആവുന്നതേ ഉള്ളൂ. അതാണ് നമ്മുടെ ഡംഡോക്കിൻ്റെ അൾട്രാ വയലറ്റ് ബ്രൈറ്റനിങ് സൺസ്ക്രീൻ. ഡംഡോക്കിൻ്റെ അൾട്രാ വയലറ്റ് സൺസ്ക്രീൻ ഞാൻ നമ്മുടെ റീൽസ് ഒക്കെ കണ്ടിട്ട് ഒന്ന് വാങ്ങി നോക്കിയതാണ്. പിന്നെ ഓയിലി സ്കിൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് പൊതുവേ ഒട്ടുമിക്ക പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല, പെട്ടെന്ന് പിമ്പിൾസ് വരും. അതുകൊണ്ട് തന്നെ ഞാൻ അത് നോക്കിയിട്ട് മാത്രമേ പ്രൊഡക്റ്റ് വാങ്ങാറുള്ളൂ. ഇത് രണ്ടും ഞാൻ ഫേസിൽ ഹാഫ് പോർഷൻ ആയിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. ഫസ്റ്റ് ഞാൻ ഡംഡോക്കിൻ്റെ സൺസ്ക്രീൻ ആണ് യൂസ് ചെയ്യുന്നത്. ഇത് ഇടുമ്പോൾ തന്നെ നല്ല ഒരു ബ്രൈറ്റനിങ് ഫീൽ വരുന്നുണ്ട്. പിന്നെ ഞാൻ ഇത് അപ്പുറത്തെ സൈഡിൽ നമ്മുടെ അണ്ടർ റേറ്റഡ് സൺസ്ക്രീൻ ആണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. രണ്ടും കമ്പയർ ചെയ്യുവാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള റിസൾട്ട് അത് രണ്ടും കാണിക്കുന്നുണ്ട്. എനിക്കൊന്നും കൂടി ഇഷ്ടമായത് ഫസ്റ്റ് വൺ ആണ്. സെക്കൻഡ് വൺ ഒരു ഓക്കെ ആണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഓയിലി സ്കിന്നാണ്. അപ്പം അതുകൊണ്ട് സെക്കൻഡ് വൺ എനിക്ക് ഒട്ടും സ്യൂട്ടാവില്ല. നല്ല രീതിയിലൊരു ഓയിലി ഫേസ് പോലെ എനിക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട് ഒരു 10 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേനും. പക്ഷേ മറ്റേതാണ് നല്ല രീതിയിൽ അബ്സോർവ് ആയിട്ട് എനിക്ക് നല്ലൊരു ഒരു ബ്രൈറ്റനിങ് ഫീൽ തോന്നുന്നുണ്ട്. അണ്ടർ റേറ്റഡ് സൺസ്ക്രീൻ ആണ് യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഓയിലി സ്കിന്നുകാർ ഒരിക്കലും അത് ചൂസ് ചെയ്യരുത്. നോർമൽ സ്കിന്നും ഡ്രൈ സ്കിന്നുകാരും മാത്രമേ അത് ചൂസ് ചെയ്യാവുള്ളൂ. പർപ്പിളിൽ നിന്നാണ് വാങ്ങിയത്. അണ്ടർ റേറ്റഡ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത്. അത് ഓഫർ നടന്നപ്പോൾ വാങ്ങിയതാണ്. അതിൻ്റെ റേറ്റ് ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല. ഇതിൽ കാണുന്ന റേറ്റിനല്ല കേട്ടോ എന്തായാലും വാങ്ങിയത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല. നമ്മുടെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.